അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അതാണ് ശരിയായിട്ടുള്ള ദൈവം എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് MP ജയരാജൻ പറയുന്നത്. ഇനി അയ്യപ്പൻ്റെ പേരിലൊന്നും സത്യപ്രതിജ്ഞ ചെയ്താലൊന്നും നിലനിൽക്കില്ല. പറയുന്നതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ, പുണ്യാള ഉമ്മൻചാണ്ടി ഇതൊക്കെ എന്തോ ഫാൻസ് അസോസിയേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, ഈ സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൈവങ്ങളെയൊക്കെ അധിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അതിൻ്റെ ഇടയ്ക്ക് അള്ളാഹുവിനെ പറയുന്നത്, അവർക്ക് അള്ളാഹുവിനെ വിശുദ്ധമാക്കി വയ്ക്കുകയും വേണം. ഇതേ നിലപാട് മുമ്പൊരിക്കൽ കേട്ടിട്ടില്ല, ഇതേ കാസറ്റ് MP ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം അള്ളാഹു മിത്തല്ല, ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു ഉളുപ്പുമില്ല. ചേച്ചി ഒരു കൗൺസിലറായിരുന്ന ആളാണല്ലോ, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണാൻ പറ്റുന്നത്? പ്രിയൻ, എനിക്കൊന്ന് കുറച്ച് നേരം ചിരിക്കാനൊരു സമ്മതം തന്നാൽ കൊള്ളായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ കൈരളി ചാനൽ കാണും. പണ്ടൊരു കോമിക്കോള എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പകരം കൈരളി ചാനൽ കണ്ടാൽ ഇവർക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ, പക്ഷെ ജനങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നൊരവസ്ഥ. എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നു അള്ളാഹു ദൈവമാണ്, എന്നാൽ അവർ പറഞ്ഞേക്കണം ഗണപതി അയ്യപ്പനൊന്നും ദൈവമല്ല. അപ്പോൾ ഗണപതിയുടെ പേരിൽ നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല, പത്മനാഭസ്വാമിയുടെ പേരിൽ ചെയ്യാൻ പാടില്ല, അയ്യപ്പൻ്റെ പേരിൽ ചെയ്യാൻ പാടില്ല, പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഒന്നും പേരിൽ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ കേട്ടൊരിതിൽ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരു എന്നാണ് പറയുന്നത്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഗുരുവും ദൈവത്തിൻ്റെയും പേരിൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ചെയ്തിരിക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് യാതൊരു നമ്മുടെ ഭരണഘടനാ ലംഘനവും അവിടെ നടന്നിട്ടില്ല എന്നും കേട്ടു. അള്ളാഹു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പേരിൽ ചെയ്തുകൂടാ? അല്ലേ? സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ? ബാക്കിയുള്ള ദൈവങ്ങൾ, ഇപ്പോൾ നമ്മളുടെ എന്താണ് ബുദ്ധൻ്റെ പേരിലോ അല്ലെങ്കിൽ ജൈനമത ഇതിൻ്റെ പേരിലോ ആരുടെ പേരിൽ വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം ഹിന്ദുക്കൾ എന്ത് ചെയ്താലും, പ്രത്യേകിച്ചും BJPക്കാർ ചെയ്താൽ പ്രശ്നം. കാരണം പ്രിയൻ എന്താണെന്ന് ഞാൻ പറയട്ടെ, 50 കൗൺസിലർമാരാണ് BJPക്കുള്ളത്, 100 കൗൺസിലർമാരാണ് ടോട്ടലായിട്ട് സഭയിലുള്ളത്. അതിലൊരു ഇൻഡിപെൻഡൻറ്റ് കൗൺസിലറുടെ സഹായത്തോടു കൂടെയാണ് BJP ഭരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കണ്ടേ പ്രിയൻ? അതുകൊണ്ട് ആ പാവം സുഗതനെയാണ് കഷ്ടകാലത്ത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കഷ്ടകാലത്തിന് അദ്ദേഹത്തിനെ പിടിച്ച് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ കാപ്പ് വരുന്ന ആലോചിച്ച് നോക്കും. ജനപ്രതിനിധിയാണ്. ആ ഇലക്ഷൻ്റെ സമയത്ത് പോലും അദ്ദേഹത്തിനോട് അതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ VD സതീശനും പറഞ്ഞ ഈ ഗവൺമെൻറ്റും കാപ്പ കിടക്കട്ടെ എന്ന്. ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ സമ്മതിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് അല്ല, അങ്ങനെ അത് പറഞ്ഞിട്ടില്ല. അതായത് വീണ ചേച്ചിയുടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതികളിൽ 10ാമത്തെ പ്രതിക്ക് ഇന്നലെ പരോള് കൊടുത്തു. ഇവർ വച്ചിരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാരിൽ ഒരു ലേഡി പ്രോസിക്യൂട്ടറാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാ തെളിവെടുപ്പുകളും നടന്നു. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വയ്ക്കേണ്ട ആവശ്യമെന്ന് ആലോചിച്ച് നോക്കൂ. ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ, ഗവൺമെൻറ് തന്നെ ഉള്ളിലാക്കിയിരിക്കുന്ന ആൾക്ക് വന്ന് വാദിക്കുകയാണിത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ നേരത്തെ നമ്മുടെ ജയരാജൻ സഖാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. അവർക്ക് ആരെ വിളിച്ച് വേണമെങ്കിലും സത്യപ്രതിജ്ഞ, EMSനെയോ നായനാരെയോ AKGയോ സുന്ദരയെയോ ആരെ വേണമെങ്കിലും വിളിച്ച് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം. ഇനി ദൈവമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അവരൊന്നും ദൈവവിശ്വാസികളല്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവർ പഠിച്ച പണി 18 നോക്കിയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ BJP കൗൺസിലർമാരെ അയോഗ്യരാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അരാജകാവസ്ഥ ഉണ്ടാക്കുക. ഇപ്പോൾ പറയുമല്ലോ, ഇപ്പോൾ സംസ്ഥാനങ്ങളിലൊക്കെ ഭരണ സ്തംഭനമുണ്ടായി, അല്ലെങ്കിൽ നല്ല സദ്ഭരണം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗവർണേഴ്സ് റൂള് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക, ഗവർണർ ഭരിക്കുക എന്നുള്ള പോലെ. അങ്ങനൊരു വ്യവസ്ഥ കൗൺസിലുള്ളതായിട്ട് എനിക്കറിയില്ല, പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലായിട്ട് അറിയില്ല. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഒരു അസ്വസ്ഥത, പ്രത്യേകിച്ചും സ്ത്രീകളായ കൗൺസിലർമാർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ പ്രശ്നം വരും, അങ്ങനെ പ്രശ്നം വരും, മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മുടെ VV രാജേഷ് ഹാൻഡിൽ ചെയ്തു. മിനിറ്റിനും വെച്ച് അദ്ദേഹം അവിടെ വന്ന് എല്ലാവർക്കും സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ശ്രീ സുഗതന് മാത്രമാണ് തോന്നുന്നു വരാൻ പറ്റിയില്ല. 20 പേരുടെ ആയിരുന്നു സത്യപ്രതിജ്ഞ അസാധുവാണെന്നുള്ള ഇത് വന്നത്. അദ്ദേഹത്തിന് മാത്രം വരാൻ പറ്റിയില്ല. ബാക്കി 19 പേരുടെയും അവർ നടത്തി. ഇനിയിപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നോ, സുഗതൻ 3 കൗൺസിലിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നടപടികളായിട്ട് പോകും. ഇന്നലെ എന്തെന്നാണ് അവർ കാണിച്ചത് കൗൺസിൽ ഹാളിൽ? ഇവിടെ എറണാകുളത്ത്
ഞാൻ കൗൺസിലർ അയക്കുന്ന സമയത്ത് ബ്രഹ്മപുരം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു വലിയ പ്രക്ഷോഭം പ്രതിപക്ഷ കക്ഷികളോട് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, പത്മദാസ് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടില്ല, ആത്തി വെച്ചിങ്ങനെ വീശിപ്പ് ഒരു ഇത് മാർക്ക് ഇവിടെ വന്ന് കാലിനൊരു ചെറിയ പരിക്ക് പറ്റി. എന്താണ് അദ്ദേഹം എത്രയോ കൗൺസിലിൽ വീൽ ചെയറിലാണ് വന്നത്. 1ാമത്തെ നിലയിലാണെന്ന് കൗൺസിൽ ഹാൾ, ലിഫ്റ്റ് കാര്യങ്ങളൊന്നുമില്ല വന്നത്. അപ്പോൾ ഇവർക്ക് പ്രശ്നമില്ലല്ലോ, CPM ആണല്ലോ ഭരിച്ചിരുന്നത്. ഇവർക്ക് എന്ത് തോന്നിവാസം കാണിക്കാം, എന്ത് തോന്നിച്ചാൽ ആ വീഡിയോ ഒക്കെ പുറത്തേക്ക് വന്നില്ല. ആശാനാഥിനൊക്കെ എന്താ കാണിക്കണേ? ആ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. പ്രിയൻ വിളിച്ചില്ലേ? അതെ എന്താ അതെ എനിക്ക് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ടെലി ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. വിളിച്ചപ്പോഴത്തേക്ക് ശബ്ദം അങ്ങ് അടഞ്ഞിരിക്കുക, വളരെ അവശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആശാജി ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന ചാനലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് എനിക്ക് സംസാരിക്കാൻ വയ്യ, നാളെ എന്നെ വിളിക്കോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നാളെ വിളിക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി വളരെയധികം ക്ഷീണതയാണ്. ആ ശബ്ദമൊന്നും ശരിയായിട്ട് പുറത്തേക്ക് വരുന്നത്, കാരണം നെഞ്ചിലാണ് ഇടിച്ചത്. മാന്തി പറിക്കുകയായിരുന്നു. ആശയം മാത്രമല്ല, മറ്റ് സ്ത്രീ കൗൺസിലർമാരെ നെഞ്ചിൽ അതിഭയങ്കരമായിട്ട് മർദ്ദിക്കപ്പെട്ടു. അപ്പൊ ഛർദ്ദിച്ചു അതിനുശേഷം. അപ്പൊ അത്രത്തോളം ഭീകരമായിട്ട് ഇടിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുരുഷന്മാർക്ക് ആര് കൊടുത്തു ഈ അനുവാദം ഇങ്ങനെ ചെയ്യാൻ? CPM ആണെന്നുകൊണ്ട് എന്തും ചെയ്യാമോ? ഇവരുടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ്. സത്യപ്രതിജ്ഞാ ലംഘനമാണെങ്കിൽ അവരതിൻ്റെതായ മറുമരുന്ന് ചെയ്തു, അവരെ സത്യപ്രതിജ്ഞ മാറ്റി ചെയ്തു. ഇനിയിപ്പോൾ കൂടി നമ്മളിപ്പോൾ അതിന്റെ ഇതിലേക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ പോവുകയാണെങ്കിൽ CPM-ന്റെ ആവശ്യം ഈ കൗൺസിലർമാരെല്ലാം പുറത്താക്കണമെന്നായിരുന്നു, ഇവരെ അയോഗ്യരാക്കി ഇലക്ഷൻ വീണ്ടും നടത്തണമെന്നായിരുന്നു. അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പൊ കൊടുങ്ങല്ലൂര് തന്നെ ഗൗരിയമ്മയുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, JSS. അതിന്റെ ഒരു ഉമേഷ് ചെള്ളൻ എന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ സത്യപ്രതിജ്ഞ ലംഘനം കറക്റ്റായിട്ട് ചെയ്തില്ല, ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ അല്ലാണ്ട് വേറെ എന്തോ പറഞ്ഞു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും അത് കോടതി വന്നു. അങ്ങനെ ആ സമയത്ത് ഇരുന്നതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കണം, അവരുടെ കൊടുക്കിട്ടല്ലോ ഓണറേറിയം, അത് തിരിച്ചു കൊടുക്കണം, സിറ്റിംഗ് ഫീസ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിട്ട് അത് തന്നെ വേർഡിക്റ്റ്. അത്രേ ഉള്ളൂ, 6 മാസമേ ആയിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടെ കൗൺസിലർഷിപ്പ് ഒന്നും പോകില്ല. ഒരു MLA-ക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെന്നേ കൊച്ചു കേരളത്തിൽ. അപ്പോൾ പിന്നെ ഇവർക്ക് എന്താണ്? അവർ 2ാമത് സത്യപ്രതിജ്ഞ എടുത്തു, അത്രയല്ലേ ഉള്ളൂ. ഇതിങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കേണ്ട സമയമാണ്. കൗൺസിലർമാരൊക്കെ മഴയാണ്, ഭയങ്കര കെടുതിലാണ് ഈ ഇലക്ട്രിസിറ്റിയുടെയും. റോഡിലൊക്കെ ആണെങ്കിൽ അഴുക്ക് കയറി വരും, കാനയിൽ നിന്ന് കയറി വരും, വീടുകൾ പലതും പ്രശ്നത്തിലാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ കോർപ്പറേഷനിൽ രാജീവ് ഗാന്ധി ഹൗസിംഗ് ഇതിൽ പണ്ട് തൊട്ട് പല വീടുകളുടെയും സ്ലാബുകൾ തന്നെ അടർന്ന് വീണിരിക്കുന്നു. അതൊക്കെ ശ്രീ മേയർ രാജീവ്ജി മുമ്പിൽ നിന്നാണ് സ്ത്രീകൾ കാണാൻ വരുമ്പോഴൊക്കെ അവരെ പൂട്ടി നിർത്തി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന്. ഇവർക്ക് സഹിക്കാൻ പറ്റുമോ? ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. ആദ്യമായിട്ട് അവിടെ ഒരു മേയർ ഉണ്ടായിരിക്കുന്നു. മേയർ പറഞ്ഞു, ഞാനിവിടെ കയറുമെങ്കിൽ കയറും. കേട്ടില്ലേ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയാണ്, പുറവശത്തെ ഗേറ്റിൽ കൂടെ കയറി വരാനല്ല ഞാൻ മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്, ഞാൻ വരേണ്ടത് മുൻവശത്തെ ഡോറിൽ കൂടെയാണെങ്കിൽ മുൻവശത്തെ ഡോറിൽ കൂടെ തന്നെ വന്നിരിക്കും. അദ്ദേഹത്തിന്റെ കാല് പ്ലാസ്റ്ററിലാണ് പ്രിയൻ. ആ വയ്യാത്ത കാലും വെച്ച് അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹത്തിനൊന്നും ഞാൻ പറഞ്ഞില്ല, തീയിൽ കുരുത്തതാണ് BJP-യുടെ. ABVP മുതൽ സമരമുഖങ്ങളിൽ സമര നായകനായിട്ട് വന്നതാണ് രാജേഷ് മേയറായപ്പോൾ എന്താ അതിനെക്കാട്ടിലും കൂടുതൽ ആർജവത്തോടെ ജനപ്രതിനിധിയായി. മറ്റേത് ഞങ്ങളുടെ പാർട്ടിയുടെ മാത്രം BJP പാർട്ടിയുടെ മാത്രം വിജയിക്കാം, ഇപ്പം ജനപ്രതിനിധിയാണ്. ഏതറ്റം വരെയും അദ്ദേഹം പോകും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൗൺസിലർമാർക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് ആദ്യം കൂടെ നിൽക്കും. അതുകൊണ്ടല്ലേ ഇന്നലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ മേയറിന് ചുറ്റും രക്ഷാവലയം തീർക്കാനും ചെയ്തത്. അദ്ദേഹത്തിന് രക്ഷാവലയത്തിൻ്റെ ആവശ്യം, എന്നാലും നമുക്ക് തോന്നും, ഞങ്ങളുടെ മേയറിൽ ഞങ്ങളൊന്നൊരു ഒരു സംശയം ചോദിച്ചോട്ടെ. അത് BJP-കാരെല്ലാം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പം നിന്നു. ഒരു കൗൺസിലർ ആയിരുന്നല്ലോ. ഈ കൗൺസിലറുടെ മേയറുടെ ഒക്കെ ജീവൻ ഒരു ഭീഷണി വന്നാൽ ശരിക്കും സംരക്ഷണം കൊടുക്കേണ്ടത് ആരാ? പോലീസല്ലേ? അവർ പോലീസുകാരിങ്ങനെ മാറി നിൽക്കുക, ഒന്നും ചെയ്യുന്നില്ല. പോലീസ് മാറി നിൽക്കുന്ന ഞാൻ ഇന്ത്യ മുന്നണിയല്ലേ പ്രിയൻ, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. പോലീസുകാർക്ക് ഉത്തരവാദിത്വം നോക്കൂ, കോൺഗ്രസും CPM-ഉം കൂടെ ചേർന്നിട്ടാണ് അവിശ്വാസം കൊണ്ടുവരാനായിട്ട്, അതായത് സുഗതനെതിരെയുള്ള കാര്യത്തിൽ നടപടികളായിട്ട് മുന്നോട്ട് പോകണം, ഈ കൗൺസിൽ വിളിച്ച് കൂട്ടണം എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്, പ്രമേയം കൊടുത്തിരിക്കുന്നത്. 2 പേരും കൂടെ ഒരുമിച്ച് ഒപ്പിട്ടിട്ടാണ്. ഇതുപോലെ കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുമോ? ആ കാര്യത്തിലൊക്കെ ഒരുമിച്ചാണല്ലോ. ഇന്ത്യ മുന്നണിയാണ്. നമ്മളുടെ മേയറിനും നമ്മളുടെ ആശാനാഥനും ഒരടി കിട്ടണമെങ്കിൽ ഒരു 3 ഒരുമിച്ച് കൊടുത്തേക്കെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും.
ഇന്ത്യ ആ മുന്നണി അതെ. ഇന്ത്യ മുന്നണിയല്ലേ. അപ്പോൾ അതെ. CPM ആണ് അവിടെ കൂടുതൽ ഇതിപ്പോ കേന്ദ്രസേന എങ്ങാനും സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തുക അല്ലെ കമാൻഡോ ഏർപ്പെടുത്തേണ്ടി വല്ലോ? ഏർപ്പെടുത്തേണ്ടി വരും. ശരിക്കും പറയുകയാണെങ്കിൽ ആശാനാഥനും മേയറിനും അതുപോലെ ബാക്കി നമ്മളുടെ CPM ഇത്രയും വലിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് BJPയുടെ ഓരോ കൗൺസിലർമാർക്കും ഒരു ഗൺമാനെ കൊടുക്കണം. അതെ വേണ്ടേ? അതെ നെഞ്ചത്തിട്ട് ഇടിച്ചതൊന്ന് കുറച്ചും കൂടെ ഹാർഡായി പോയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് എത്ര നാൾ ആ കുട്ടി സഹിച്ച് സംസാരിക്കാനോ ശ്വാസം എടുക്കാനോ പോലെ പറ്റാത്ത വിധത്തിൽ ആശ കിടക്കേണ്ടി വന്നേനെ. ചോദിക്കാനും പറയാനും ആരുമില്ല. 3ാമത്തെ ടേം കൗൺസിലറാണ്. അതെ ആ കുട്ടിക്ക് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളുണ്ട് അവിടെ. അതിന് സംരക്ഷണം കൊടുക്കേണ്ടത് മേയറുടെയും അല്ലെങ്കിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെയും കടമയാണ്. അത് പറ്റിയില്ലെങ്കിൽ സെൻട്രലിൽ നിന്ന് ആൾ വരും. അതെ. ഓരോരുത്തർക്കും ഒരു ഗൺമാൻ വരും. ഇന്നലെ കാണിച്ച ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പ്രിയൻ. ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. BJP പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ രാജീവ്ജി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ രാജേഷിനെയും ഞങ്ങളുടെ കൗൺസിലർമാരെയും സംരക്ഷിക്കാൻ ഞങ്ങൾ മതി. അതെ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ഞങ്ങൾക്ക് 2 MLA-മാരുണ്ടെന്നേ. തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലത്തുനിന്ന് ഒരാളുണ്ടെന്നേ. ഞങ്ങളുടെ ബിഗ് ബി ഉണ്ടെന്നേ. ബിഗ് ബ്രദർ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. പക്ഷെ ഇതുപോലെയുള്ള ചീള് കേസുകൾ, സത്യപ്രതിജ്ഞ ശരിയായില്ല, അതുകൊണ്ട് അവരുടെ കൗൺസിലർ സ്ഥാനം വയ്ക്കണം, ആ എന്താണ് ഓലപ്പാമ്പ് കാട്ടിയിട്ടൊന്നും പേടിക്കുന്ന ആൾക്കാരല്ല BJPയുടെ ഓരോ കൗൺസിലർമാരും. ഞാൻ മിക്കവരെയും എനിക്കറിയാം കേട്ടോ. എൻ്റെ കൂടെ മഹിളാ മോർച്ചയിലും പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരാണ്. 2-3 വർഷമായ ആൾക്കാർ തന്നെയാണ് കൗൺസിലർമാരായിട്ട് വന്നത്. പ്രതിപക്ഷത്തിരുന്ന് അതെ നല്ല ബുദ്ധിമുട്ടി കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ ഡിവിഷനിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ്. ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ ഇവരുടെ ഓലപ്പാമ്പും മൈക്ക് ഇവിടെ വന്നിരുന്ന് പറഞ്ഞോട്ടേന്നേ. അല്ല നല്ല പത്രസമ്മേളനം കമാൻഡോ സുരക്ഷ ഏർപ്പെടുത്തുന്നത് നമുക്കറിയാലോ. അല്ല പത്രസമ്മേളനം നടത്തിക്കോട്ടേന്നേ. വേറൊന്നുമില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ പ്രിയൻ എന്തിനാണ് ഇത്ര അസ്വസ്ഥനാണ്? അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യട്ടെ. നമ്മുടെ ഒപ്പോസിഷൻ ലീഡറും ഗോവിന്ദൻ മാസ്റ്ററും LDF കൺവീനറും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവരുടെ മുഖം വന്നോട്ടെ ക്യാമറയിൽ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.